ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സദ്യക്കൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കറിയാണ് പൈനാപ്പിൾ പച്ചടി. അപ്പം വളരെ പെർഫെക്റ്റായിട്ട് ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ഞാൻ ഒരു ചട്ടി വെച്ച് അതിലേക്ക് ഒരു 400 ഗ്രാമോളം പൈനാപ്പിൾ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ നമുക്ക് ഈ പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കണം. അതിനാവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില, അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടെ ആഡ് ചെയ്യണം. ഒരു ടീസ്പൂണോളം പഞ്ചസാര നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൈനാപ്പിളിൻ്റെ പുളിയൊക്കെ അനുസരിച്ച് പഞ്ചസാര കൂട്ടവും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിക്കണം. അപ്പോൾ പൈനാപ്പിളിന് നല്ല വേവുള്ളതുകൊണ്ട് വെള്ളം വറ്റിപ്പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ ചൂടുവെള്ളം ആഡ് ചെയ്ത് നന്നായിട്ട് ഉടഞ്ഞു വരുന്ന രീതിയിൽ ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കിനി ഇത് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു അരമുറി തേങ്ങയുടെ 1/4 ഭാഗത്തോളം ചിരകി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/4 കപ്പ് തേങ്ങ കാണും. അതിനുശേഷം അതിലേക്ക് കടുക് ഒരു 1/2 ടീസ്പൂൺ, ജീരകം 1/2 ടീസ്പൂൺ, പച്ചമുളക് ഒരു 2 എണ്ണം, ഒരു ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില. ഇതെല്ലാം കൂടെ നല്ല പേസ്റ്റായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ല സ്മൂത്തായിട്ട് നമ്മളിവിടെ ഇതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൈനാപ്പിൾ വെന്തോന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ പൈനാപ്പിളൊക്കെ വെന്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. വെള്ളം നമുക്ക് ഒട്ടും വേണ്ട, നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് തവി കൊണ്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിനകത്ത് ഉപ്പ് ചേർത്തില്ലായിരുന്നു. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇനി ഒരുപാട് വേവിക്കുകയൊന്നും വേണ്ട. ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് തിള കയറി കഴിയുമ്പോൾ നമുക്ക് അങ്ങോട്ട് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇത് തിള കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് മൂടി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉള്ളി മൂപ്പിച്ച് ചേർക്കാം. അതിനകത്ത് ഞാനൊരു ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് പൊട്ടിക്കാം. ഇപ്പോൾ കടുകെല്ലാം നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 2-3 ചുവന്നുള്ളി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, അതിനുശേഷം കുറച്ച് വറ്റൽമുളക്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നതും വരെ നന്നായിട്ടൊന്ന് വഴറ്റാം. അപ്പോൾ ഉള്ളിയെല്ലാം മൂത്ത് കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളത് കറിയിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അധികം പുളിപ്പില്ലാത്ത തൈര് ഒരു 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മിക്സിയിൽ ഒന്ന് അടിച്ചതിന് ശേഷം വേണം ഇത് ചേർത്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ മധുരവും ഉപ്പും പുളിയും എരിവും എല്ലാം പാകത്തിനാണ്. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.